അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് കോൺട്രവേഴ്സലാണ്. എന്നാലും എനിക്ക് ശരിയെന്ന് തോന്നുന്നുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എൻ്റെ ശരി എല്ലാവർക്കും ശരിയാവണമെന്നില്ല, പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലിവിങ് സെപ്പറേറ്റ് ഫ്രോം ദി joint family or in-laws. Guys, firstly, if you are living in a joint family and each and every member of that family is supporting you in every ways, then trust me, you should be grateful. അപ്പോൾ എനിക്കിത് പോസിറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാവേ. ഫസ്റ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ഈസ് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ മാരിറ്റൽ ബോണ്ട് വളരെയധികം സ്ട്രോങ് ആവും നമ്മളിങ്ങനെ സെപ്പറേറ്റ് താമസിക്കുമ്പോൾ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു വീട്ടിലുണ്ടാകുന്ന ഒരു സാധാരണ കോൺവെർസേഷൻ, ഒരു തീരുമാനം എടുക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു തീരുമാനത്തിലെത്തിയാൽ തന്നെ അവിടെ മൂന്നാമതൊരാൾ പ്രസൻ്റ് ആകുമ്പോൾ അവരുടെ ആ ഒരു തീരുമാനത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അതേസമയം സെപ്പറേറ്റ് ആണെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് രണ്ടുപേർക്കും യോജിക്കുന്ന ഒരു തീരുമാനത്തിൽ അവർക്ക് എത്താൻ കഴിയും. രണ്ടാമത്, ആസ് എ വുമൻ ഒരു ഇൻഡിവിജ്വൽ ഗ്രോത്ത് നമുക്കവിടെ കിട്ടും. അതായത് നമ്മൾ ഒന്ന് പുറത്ത് പോകണം, അല്ല ഒരു ഇൻ്റർവ്യൂവിന് പോകണം എങ്കിൽ നമുക്ക് ആ വീട്ടിലുള്ള സകലവരുടെയും കാര്യങ്ങൾ നോക്കിയതിന് ശേഷം, അല്ല അതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമുക്കൊന്ന് പുറത്ത് പോകാം. പുറത്ത് പോയാൽ തന്നെ നമ്മുടെ മുന്നിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ നോർത്ത് നമ്മൾ സ്ട്രെസ്സായിരിക്കും. അങ്ങനെ താമസിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ് റിലീഫ് കിട്ടും റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന്. മൂന്നാമത്, വി ക്യാൻ അവോയ്ഡ് അൺവാണ്ടഡ് കോൺഫ്ലിക്ട്സ്. വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ യോജിച്ച് നിൽക്കില്ല. അതിന് എതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ആർഗ്യുമെൻറ്റ്സ് റേസ് ആവും, അനാവശ്യമായ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അവോയ്ഡ് ആകാൻ പറ്റും. എന്നും വെച്ച് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കണ്ട അറിയണ്ട എന്നല്ല, അത് നമ്മൾ കുറച്ച് അകലെയാണെങ്കിൽ നമുക്ക് സാവകാശം കേട്ട് അറിഞ്ഞൊരു തീരുമാനമെടുക്കാൻ പറ്റും. വെരി ഇമ്പോർട്ടൻറ്റ്, ആസ് എ വുമൻ, ആസ് എ ലേഡി, വി ഗെറ്റ് മോർ ടൈം ഫോർ അവർ സെൽഫ് കെയർ, ഫോർ സെൽഫ് ഗ്രോത്ത് ആൻഡ് ടു നോ യുവർ സെൽഫ്. അതർവൈസ് നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ അറിയാൻ, അവരുടെ ആവശ്യങ്ങൾ അറിയാൻ ബിസി ആയിരിക്കും, അല്ലേ? പിന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പേരൻറ്റിങ്. എവ്രിബഡി വാണ്ട്സ് ടു റേസ് ദെയർ ചിൽഡ്രൻ ഇൻ ദെയർ ഓൺ വേസ്. പഴയ കാലമേ അല്ല ഇന്ന് അത് ഏത് രീതിയിൽ വെച്ച് നോക്കിയാലും. പണ്ടൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ പുറത്ത് മുറ്റത്തിരുത്തിയിട്ട് ഒരു ടെൻഷൻ ഇല്ലാതെ അകത്ത് വർക്കൊക്കെ ഫിനിഷ് ചെയ്യായിരുന്നു. പക്ഷേ ഇന്നോ നമുക്ക് തിണ്ണയിൽ പോലും ഇരുത്തിയിട്ട് അങ്ങേ മുറി വരെ പോകാൻ പോലും പറ്റത്തില്ലാത്ത പോലത്തെ കാലമാണിന്ന്. സോ ഇന്നത്തെ കാലം വെച്ച് നമുക്ക് പേരൻറ്റിങ് കൺട്രോൾ ചെയ്യാനുള്ള കുറച്ചും കൂടി ഓപ്പൺ സ്പേസ് കിട്ടും. അറ്റ് ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഗ്രാൻഡ് പേരൻറ്റ്സ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ കാലത്ത് അച്ചാച്ചൻ അമ്മമ്മമാരുടെ കൂടെ കുട്ടികൾ അവരുടെ ഒരു അണ്ടറിൽ വളരാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഒരു ടൈമിങ്ങും കാര്യങ്ങളും വെച്ച് അവരുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അവരുടെ ആ ഒരു പ്രസൻസും ഇമ്പോർട്ടൻ്റ് ആവും. അതുപോലെ തന്നെ ഇമോഷണൽ ബൗണ്ടിങ് വിത്ത് ദി പേരൻറ്റ്സ് അതും ഇമ്പോർട്ടൻ്റ് ആവും. സോ ദാറ്റ്സ് ഓൾ.